വാർഡ് അംഗത്തിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് വരെ എത്തിയ ജീവിതരേഖയുള്ള രാഷ്ട്രീയ നേതാവാണ് ഒ ആർ കേളു. വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് CPIM നേതാവ് മന്ത്രിയാകുന്നത്. PK ജയലക്ഷ്മിക്ക് ശേഷം മന്ത്രിയെ ലഭിച്ചതിന്റെ ആഹ്ലാദവുമുണ്ട് വയനാട്ടുകാർക്ക്. വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇനി മന്ത്രിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. വയനാട്ടുകാർക്ക് കേളുവേട്ടനാണ്. ആ വിളിക്ക് പ്രായഭേദമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായത്തിൽ മുതിർന്നവർ വരെ ഒ ആർ കേളുവിനെ കേളുവേട്ടനെന്ന് വിളിച്ചുപോരുന്നു. പാർലമെന്ററി രംഗത്ത് ഇതുവരെ പരാജയമറിയാത്ത രാഷ്ട്രീയ നേതാവ് എന്ന ഖ്യാതി കൂടി ചേർക്കാം ഒ ആർ കേളുവിന്റെ പേരിൽ. 2016 മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മന്ത്രി കൂടിയായിരുന്ന PK ജയലക്ഷ്മിയെ മാനന്തവാടിയിൽ പരാജയപ്പെടുത്തി. തുടർച്ചയായ 10 ആണ്ട് തിരുനെല്ലി പഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു. അതിനു മുമ്പ് വാർഡംഗവും. പിണറായി സർക്കാരുകളിൽ ആദ്യത്തെ വയനാടൻ മന്ത്രി. K രാധാകൃഷ്ണനു പകരം മന്ത്രിയാകുമ്പോൾ പാർട്ടിക്കതീതമായ പൊതുസ്വീകാര്യത കൂടിയാണ് കേളുവിന്റെ കൈമുതൽ. പ്രളയത്തിൽ തകർന്നതടക്കമുള്ള റോഡുകളുടെയും പാലങ്ങളുടെയുമെല്ലാം നവീകരണം ഉൾപ്പെടെ വേഗത്തിൽ നടപ്പിലാക്കിയ ജനപ്രതിനിധി എന്ന ജനപ്രീതിയും കേളുവിനുണ്ട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന അധ്യക്ഷൻ, ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം, SC/ST നിയമസഭാ സമിതി ചെയർമാൻ തുടങ്ങി വിവിധ മേഖലകളിൽ സാന്നിധ്യമറിയിക്കുന്നു. ഒ ആർ കേളു ചുമതലയേൽക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളും ചെറുതല്ല. മനുഷ്യ വന്യജീവി സംഘർഷം, ആദിവാസി ഭൂമി പ്രശ്നങ്ങൾ, മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ വികസനം തുടങ്ങി നിരവധി വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കൈയടക്കിയ കുറിച്യ സമുദായ പിന്തുണയുടെ വീണ്ടെടുപ്പും സ്ഥാനലബ്ധി വഴി സാധ്യമാകുമോ എന്ന് കണ്ടറിയണം. 24 വയനാട്.